നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോകണ്ടേ, ചെങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ നീ ചുവടേരവി, തളരാതെ നീ അഴകേ. സ്വപ്നങ്ങൾ ഒരുപാടുള്ള മനുഷ്യർ, ആ സ്വപ്നങ്ങളിലേക്ക് എത്താൻ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നവർ, പരിമിതികൾ മറികടന്ന് സ്വന്തമായി വരുമാനമെന്ന സ്വപ്നവുമായാണ് എബിലിറ്റീസ് ഇന്ത്യ എക്സ്പോയിലേക്ക് അവരെത്തിയത്. ഭിന്നശേഷിക്കാർക്കുള്ള ഉൽപ്പന്നങ്ങളും ഭിന്നശേഷിക്കാർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളും അവതരിപ്പിക്കുന്ന ആദ്യ ദേശീയ എക്സ്പോയാണ് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നത്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും എത്തിയവരാണ് ഈ എക്സ്പോയുടെ ഭാഗമായത്. സ്വന്തമായി എക്സിബിഷൻ നടത്തണമെന്നാണ് വായിക്കൊണ്ട് ചിത്രം വരയ്ക്കുന്ന സ്വപ്നയുടെ ആഗ്രഹം. 22 വർഷത്തോളമായിട്ടുണ്ട് കാലം കൊണ്ട് വരയ്ക്കാൻ തുടങ്ങിയിട്ട്. ഞാനിപ്പം ഒരു 17,000 ചിത്രത്തോളം വരച്ചിട്ടുണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു സോളോ എക്സിബിഷൻ നടത്തണമെന്നുണ്ട്, അപ്പോൾ ദർബാർ ഹാളിലായിട്ടൊക്കെ. വരുമാനം കണ്ടെത്തി അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കണമെന്നാണ് ഡ്രൈ ഫ്ലവർ നിർമ്മിക്കുന്ന കാവ്യയുടെ ആഗ്രഹം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനിവിടെ വന്നത് 2 വർഷമായിട്ട് ഇവിടെ വന്നത്. ഞാൻ കണ്ണൂക്കാരിയാണ്. 6 മാസമായി കോഴ്സ് പഠിച്ചിട്ട് ഡ്രൈ ഗ്രാസ് പിന്നെ കമ്പീനെ കൊണ്ട് കെട്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ബാസ്ക്കറ്റിനുള്ളിൽ വെക്കുക. പിന്നെ ഫ്ലവർ ഉണ്ടാക്കുന്ന സോളാർ വുഡിനെ കൊണ്ടാണ്. ഓരോ സ്റ്റോളിലും അതിജീവനത്തിന്റെ മുഖങ്ങളാണ്. നിറച്ചിരിയോടെ ചേർത്ത് പിടിക്കുന്ന രക്ഷിതാക്കളും മക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകുന്നു. ഭിന്നശേഷിക്കാരുടെ ആദ്യ ദേശീയ എക്സ്പോ ആയിട്ടും ജനത്തിരക്ക് ഒട്ടുമില്ല. വലിയ പ്രതീക്ഷകളുമായി ജനുവരി 31 മുതൽ എത്തിയ ഓരോരുത്തർക്കും കടുത്ത നിരാശയുണ്ടാക്കി. കളമശ്ശേരിയിൽ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു, അപ്പം നന്നായിട്ടൊക്കെ വിറ്റ് പോയായിരുന്നു. അതോർത്ത് ഞങ്ങൾ ഇവിടെയും വന്നു. പക്ഷെ ഇവിടെ വേണ്ടത്ര ഒരു ജനങ്ങൾ വരുന്നില്ല. മിന്നുന്നിരുങ്ങേ എങ്ങോട്ടാടി തിടുക്കം, നീ തനിച്ചല്ലേ തേടിയാവൂലേ കൂട്ടിനും ഞാനും വന്നോട്ടെ. ദിസ് ഈസ് അവർ എബിലിറ്റി എന്ന് വിളിച്ചോതുന്നതാണ് ഈ എക്സ്പോ. ഓരോ സ്റ്റാളുകളും അതിജീവനത്തിന്റെ ഓരോ കഥകളാണ്. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചേത്തലിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, റിപ്പോർട്ടർ കൊച്ചി.